നമസ്കാരം. നിരവധി കാലതാമസങ്ങൾക്ക് ശേഷം യൂറോപ്യൻ യൂണിയന്റെ പുതിയ ഡിജിറ്റൽ എൻട്രി ആൻഡ് എക്സിറ്റ് സിസ്റ്റം ആരംഭിച്ചതോടെ യൂറോപ്പിലേക്കുള്ള നിരവധി യാത്രക്കാർക്ക് ഞായറാഴ്ച മുതൽ അതിർത്തി സുരക്ഷയിൽ നേരിടേണ്ടി വരിക നിരവധി മാറ്റങ്ങളാകും. EU പൗരന്മാരും അതിർത്തിയിൽ അവരുടെ ബയോമെട്രിക് വിവരങ്ങൾ ഇനി മുതൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. യൂറോപ്പിന്റെ ഷെൻജൻ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് യാത്രക്കാരുടെ മുഖങ്ങളുടെ ഫോട്ടോ എടുക്കുകയും വിരലടയാളങ്ങൾ സ്കാൻ ചെയ്യുകയും വേണം. അതിർത്തി ഉദ്യോഗസ്ഥർ സ്റ്റാമ്പ് ചെയ്യുന്ന പാസ്പോർട്ടുകൾക്ക് പകരമായി ഈ സംവിധാനം ഒടുവിൽ വരും. ഇനി എന്താണ് സംവിധാനം എന്ന് നോക്കാം. ഇത് പാസ്പോർട്ട് നിയന്ത്രണത്തിന് പകരമല്ല. തുറമുഖങ്ങളിൽ അതിർത്തി ഉദ്യോഗസ്ഥരുമായി യാത്രക്കാർക്ക് ഇപ്പോഴും പരിശോധനകൾ നടത്തേണ്ടി വരും. എന്നാൽ ഒടുവിൽ അവരുടെ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യപ്പെടില്ല. പകരം ഷെൻജൻ പ്രദേശത്തെ രാജ്യങ്ങൾ യാത്രക്കാരുടെ മുഖം, വിരലടയാളങ്ങൾ, പ്രവേശന പുറത്തുകടക്കൽ തീയതികൾ എന്നിവ രേഖപ്പെടുത്തും. അതിർത്തി കടക്കൽ വേഗത്തിലും കാര്യക്ഷമമായും നടപ്പിലാക്കുന്നതിനോടൊപ്പം ആരാണ് വരുന്നതെന്നും എവിടേക്കാണ് പോകുന്നതെന്നും ട്രാക്ക് ചെയ്യുന്നതിനിടയിലാണ് ഈ സംവിധാനം അവതരിപ്പിക്കുന്നത്. സുരക്ഷാ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വിവരങ്ങളും ഇത് നൽകുമെന്ന് EU പറയുന്നു. ഈ സംവിധാനത്തിന്റെ ഘട്ടം ഘട്ടമായുള്ള ആമുഖത്തിന്റെ തുടക്കം മാത്രമാണിത്. 2026 ഏപ്രിൽ 10 ഇത് പൂർണ്ണമായും പ്രാബല്യത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എവിടെയാണ് ഇത് ബാധകമാകുന്നത്? ആർക്കാണ് ഇത് ബാധകമാകുന്നത് എന്നതാണ് അടുത്ത സംശയം. 27 EU അംഗരാജ്യങ്ങളിൽ 25 എണ്ണവും ഐസ്ലാൻഡ്, ലിച്ചൻസ്റ്റൈൻ, നോർവേ, സ്വിറ്റ്സർലൻഡ് എന്നിവയും ഉൾപ്പെടുന്ന ഷെൻജൻ മേഖലയിലാണ് EES ബാധകമാകുന്നത്. സ്പെയിൻ, ഫ്രാൻസ്, പോർച്ചുഗൽ, ഗ്രീസ്, ഇറ്റലി തുടങ്ങിയ ബ്രിട്ടീഷ് ജനത അവധിക്കാല യാത്രകൾക്കായി പതിവായി യാത്ര ചെയ്യുന്ന രാജ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. റിപ്പബ്ലിക് ഓഫ് അയർലൻഡ്സും സൈപ്രസും ഷെൻജൻ പ്രദേശത്തിന്റെ ഭാഗമല്ലാത്തതിനാൽ മുൻപത്തെ പോലെ പാസ്പോർട്ടുകൾ പ്രോസസ് ചെയ്യുന്നത് തുടരും. ഒരു EU രാജ്യത്തു നിന്നോ ഐസ്ലാൻഡ്, ലിച്ചൻസ്റ്റൈൻ, നോർവേ, സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിൽ നിന്നോ അല്ലാത്ത ആളുകൾക്ക് EES ബാധകമാണ്. എന്നിരുന്നാലും ദീർഘകാല വിസയുള്ള ആളുകൾക്ക് ഇത് ബാധകമാണോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇനി ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. EES പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ആദ്യമായി അതിർത്തിയിലെത്തുമ്പോൾ അവരുടെ പേര്, പാസ്പോർട്ട് വിശദാംശങ്ങൾ, വിരലടയാളങ്ങൾ, പ്രവേശനത്തിന്റെയും പുറത്തുകടക്കലിന്റെയും തീയതി, സ്ഥലം എന്നിവ രജിസ്റ്റർ ചെയ്യുന്നതിന് അവർ ഒരു സെൽഫ് സർവീസ് സ്ക്രീൻ ഉപയോഗിക്കും. മെഷീൻ അവരുടെ മുഖം ഫോട്ടോ എടുക്കും. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിരലടയാളം സ്കാൻ ചെയ്യില്ല. ആളുകൾ ആദ്യം EESുമായി ബന്ധപ്പെടുന്നത് അവർ എവിടെയാണ്, എപ്പോൾ യാത്ര ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഡോവർ തുറമുഖം വഴി പോകുന്ന കോച്ച്, കാൽനട യാത്രക്കാർ ഞായറാഴ്ച മുതൽ EES പ്രോസസ്സിംഗിനായി ഒരു പുതിയ സൗകര്യം ഉപയോഗിക്കും. നവംബർ മുതൽ ഇത് എല്ലാ ട്രാഫിക്കിലും ബാധകമാകും. യൂറോ ടണൽ വഴി പോകുന്ന കോച്ച് യാത്രക്കാർ ഞായറാഴ്ച മുതൽ പരിശോധനകൾക്ക് വിധേയരാകും. ലണ്ടനിലെ സെന്റ് പാൻക്രാസ് ഇന്റർനാഷണലിലെ പുറപ്പെടൽ പ്രദേശങ്ങളിൽ രജിസ്ട്രേഷൻ ടെർമിനലുകൾ സ്ഥാപിച്ചിട്ടുള്ള യൂറോസ്റ്റാറിൽ വരും മാസങ്ങളിൽ ഈ പ്രക്രിയ ക്രമേണ നടപ്പിലാക്കും. മറ്റു യാത്രകൾക്ക് യാത്രക്കാർ ലക്ഷ്യസ്ഥാന രാജ്യങ്ങളിലേക്ക് എത്തുമ്പോൾ പ്രക്രിയ സംഭവിക്കും. വിമാനത്താവളങ്ങൾ വ്യത്യസ്ത സമയങ്ങളിലാണ് മാറ്റങ്ങൾ നടപ്പിലാക്കുന്നത്. ഉദാഹരണത്തിന്, ജർമ്മനി സ്റ്റുട്ട്ഗാർട്ടിലെ ഒരു ചെറിയ വിമാനത്താവളത്തിൽ നിന്ന് സേവനം ആരംഭിക്കുകയും പിന്നീട് യൂറോപ്പിലെ ഏറ്റവും തിരക്കേറിയ വ്യോമയാന കേന്ദ്രങ്ങളിലൊന്നായ ഫ്രാങ്ക്ഫർട്ടിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഡോവറിൽ നേരത്തെ എത്തേണ്ടി വരുമോ എന്നുള്ള ചോദ്യം മനസ്സിൽ വന്നേക്കാം. EES ഡാറ്റ പ്രോസസ് ചെയ്യാൻ എടുക്കുന്ന അധിക സമയം കാലതാമസത്തിന് കാരണമാകുമെന്ന് ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. എന്നിരുന്നാലും യാത്രയ്ക്ക് 2 മണിക്കൂറിൽ കൂടുതൽ മുൻപ് തുറമുഖത്ത് എത്തരുതെന്ന് ഡോവർ തുറമുഖം കോച്ച് ഡ്രൈവർമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യാത്രക്കാർ പുറപ്പെടുന്നതിന് മുൻപ് സ്റ്റേഷനിൽ ചെലവഴിക്കേണ്ട നിലവിലെ 75 മിനിറ്റ് വിൻഡോയിൽ ഈ പ്രക്രിയയ്ക്ക് എടുക്കുന്ന സമയം ഉൾപ്പെടുത്താമെന്ന് യൂറോസ്റ്റാർ പറഞ്ഞു. യൂറോ ടണലിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് യാൻ ഇറിച്ചെ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കമ്പനി പൂർണ്ണമായും തയ്യാറാണെന്നും നീണ്ട ക്യൂകൾ പ്രതീക്ഷിക്കുന്നില്ല എന്നും ക്യൂകൾ വർദ്ധിക്കുകയാണെങ്കിൽ EES താൽക്കാലികമായി നിർത്തിവെക്കാൻ അതിർത്തി ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി ശേഖരിക്കുന്ന ഡേറ്റയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അതുകൂടി നമുക്ക് പരിശോധിക്കാം. EES വഴി ഡിജിറ്റലായി നൽകുന്ന ഡേറ്റ 3 വർഷത്തേക്ക് സൂക്ഷിക്കപ്പെടും, ചില ഒഴിവാക്കലുകൾ ഒഴികെ. അതിനുശേഷം അത് മായ്ക്കപ്പെടും. സിസ്റ്റം ഉപയോഗിക്കുന്ന രാജ്യങ്ങളിലെ അതിർത്തി, വിസ, ഇമിഗ്രേഷൻ അധികാരികൾക്കും EU നിയമനിർവഹണ ഏജൻസിയായ യൂറോപോളിനും ഇത് ഉപയോഗിക്കാൻ കഴിയും. കർശന വ്യവസ്ഥകൾക്ക് വിധേയമായി ഷെൻജന് പുറത്തുള്ള മറ്റൊരു രാജ്യത്തേക്കോ UN ബോഡി പോലുള്ള ഒരു അന്താരാഷ്ട്ര സംഘടനയിലേക്കോ വിവരങ്ങൾ കൈമാറാമെന്ന് EU പറയുന്നു.
3 വർഷത്തിനുള്ളിൽ യാത്രക്കാർ വീണ്ടും അതിർത്തി കടക്കുകയാണെങ്കിൽ മുഖചിത്രവും വിരലടയാളവും ഇതിനകം ഫയലിലായതിനാൽ പ്രക്രിയ വേഗത്തിലായിരിക്കണം. ഒരു വ്യക്തി ഈ ചിത്രം നൽകാൻ വിസമ്മതിക്കുകയോ വിരലടയാളം എടുക്കുകയോ ചെയ്താൽ അവർക്ക് പ്രവേശനം നിഷേധിക്കുമെന്നും EU കൂട്ടിച്ചേർക്കുന്നു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോടുകൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച